നമ്മുടെ പോലീസുകാരന്മാര് ഈ ലോക്കപ്പിൽ നടത്തുന്ന അടിയും ഇടിയും കൊലപാതകവും ഇതെല്ലാം കൂടെ വന്ന് നമ്മുടെ സർക്കാരിനെ കൊണ്ടേ പോകത്തുള്ളൂ എന്നാണ് തോന്നുന്നത്. കുന്നംകുളം സ്റ്റേഷനിൽ ഒരു തല്ല് നടന്നു. ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ്, അവരുടെ മണ്ഡലം പ്രസിഡന്റ് മറ്റോ, ഒരു VS സുജിത്ത്, അവനെ പോലീസുകാരെ അടിച്ചിഞ്ചപ്പരവുമാക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കേണ്ടി വന്നു. അതോടെ എന്തുമാത്രം കേസുകളാ പൊങ്ങി വരുന്നതെന്നറിയാമോ? മലവെള്ളപ്പാച്ചിൽ പോലെ, അല്ലെങ്കിൽ നിറഞ്ഞു കിടന്ന ഒരു ഡാം തുറന്നു വിടുമ്പോൾ എങ്ങനെയാണോ അതുപോലെയാണ് ഈ ലോക്കപ്പിലെ മർദ്ദനങ്ങളുടെയും തല്ലിന്റെയും കൊലപാതകങ്ങളുടെയും ഒക്കെ കഥ ഇങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാറ്റിൻ്റെയും CCTV ദൃശ്യം ചോദിച്ചിരിക്കുക. അവന്മാർക്ക് കേസ് കൊടുക്കാനാ, അല്ലെങ്കിൽ ഈ പോലീസുകാരെ കൊടുക്കാനാ, അല്ലെങ്കിൽ സർക്കാരിനെ കുഴപ്പത്തിലാക്കാനാ? ഇനിയും കൂടുതൽ CCTV ദൃശ്യങ്ങൾ പുറത്തോട്ട് വന്നാൽ എൻ്റെ പടച്ച തമ്പുരാനെ എന്താ സ്ഥിതി എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റത്തില്ല. ഏറ്റവും അവസാനം വന്ന ദൃശ്യം ഏതാ? പീച്ചി സ്റ്റേഷനിൽ ഒരു SHO സാറ്, ഒരു രതീഷ് സാറാ, ഒരു ഹോട്ടലിന്റെ മാനേജർ കിട്ടിയിരിക്കുന്ന ഇടി കണ്ടാൽ നമ്മൾ തന്നെ നടുങ്ങിപ്പോവും. അതുപോലുള്ള ഇടിയല്ലയോ കുന്നംകുളത്ത് സുജിത്തിനും കൊടുത്തത്? കുനിച്ചു നിർത്തി അങ്ങ് പെരുമാറുകയല്ലയോ? ഇതുവല്ലം കണ്ട പെറ്റ തള്ളമാര് സഹിക്കുമോ? ഇത് മുഴുവൻ ഇപ്പൊ നാട്ടുകാരുടെ മുമ്പിലേക്ക് വന്നിരിക്കുക. അതാ പറഞ്ഞത്, ഈ ലോക്കപ്പ് കേസുകളെല്ലാം കൂടെ ചേർന്ന് ഈ സർക്കാരിനെ കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്.